പ്രൈസ് ലോർഡ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സദസ്സിലായിരിക്കുന്ന ദൈവഭൃത്യൻ, കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. മലയാള ക്രൈസ്തവ കൈരളിക്ക് 100-ൽ-പരം ഗാനങ്ങൾ സമ്മാനിച്ച അനുഗ്രഹ ഗാനരചയിതാവാണ് ഇവാഞ്ചലിസ്റ്റ് ചാൾസ് ജോൺ. 1951 മാർച്ച് 11 പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. തൻ്റെ 12-ാമത്തെ വയസ്സിൽ കർത്താവിനെ അദ്ദേഹം സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിനും ശേഷമായി കോട്ടയത്ത് ഒരു വർഷം താൻ ബൈബിൾ കോളേജിൽ പഠിക്കുകയുണ്ടായി. ജീവിതത്തിലെ ഏതു സാഹചര്യത്തിലും ഏതു കാര്യത്തിലും ദൈവത്തോട് ചോദിച്ചു വാങ്ങുന്ന ഒരു ദൈവാശ്രയ ജീവിതം തനിക്കുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ സംഗീതത്തോട് അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യമായിരുന്നു. എന്നാൽ സംഗീതത്തിൽ യാതൊരു പരിശീലനവും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. യാതൊരു സംഗീത ഉപകരണവും ഉപയോഗിക്കുവാൻ അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. ജോലിയോടനുബന്ധിച്ച് സുവിശേഷ വേല ചെയ്യുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ ഫാർമസി പഠിച്ച് ഫാർമസിസ്റ്റായി 1973 തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ ജോലി ലഭിച്ചതിന് ശേഷം ദൈവാശ്രയ ബോധം അദ്ദേഹത്തിൽ കുറഞ്ഞു തുടങ്ങി. ഒരു കാലഘട്ടത്തിൽ വളരെ ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ താൻ ഈ സമയത്ത് കഴിവിലും തൻ്റെ ജോലിയിലും ആശ്രയിക്കുന്ന ഒരു ചിന്ത അദ്ദേഹത്തെ അലട്ടി. ജീവിതത്തിൽ വന്ന തൻ്റെ കുറവുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് 1976 ചില വരികൾ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു: കർത്താവേ, നിൻ പാദത്തിൽ ഞാനിതാ വന്നിടുന്നു, എന്നെ ഞാൻ സമ്പൂർണ്ണമായി നിൻ കയ്യിൽ തന്നിടുന്നു. ദൈവാശ്രയ ജീവിതം മടക്കി തരണമെന്ന് ദൈവസന്നിധിയിൽ അദ്ദേഹം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അതിനുശേഷം 1978 വളരെ പ്രശസ്തമായ ഗാനം സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിടുന്നു എന്ന ഗാനം എഴുതുകയുണ്ടായി. ഒരിക്കൽ താൻ സുവിശേഷ പ്രസംഗത്തിനായി എണ്ണക്കാട് എന്ന സ്ഥലത്ത് കടന്നുപോയി. 2ാമത്തെ ദിവസം വീട്ടിൽ നിന്ന് തനിക്കൊരു സന്ദേശം ലഭിക്കുകയുണ്ടായി. തൻ്റെ മൂത്ത മകൻ ജോളി, കേവലം 2 മാസം പ്രായമുള്ള കുഞ്ഞ്, തിരുവല്ല TMMൽ ICUയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത. താൻ പെട്ടെന്ന് അവിടേക്ക് കടന്നു ചെന്നപ്പോൾ കുട്ടിയുടെ നില അതീവ ഗുരുതരമെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം അവിടെ നിന്ന് ദൈവസന്നിധിയിൽ വളരെ കരഞ്ഞു പ്രാർത്ഥിക്കുകയുണ്ടായി. അതിനുശേഷം തൻ്റെ മുറിയിൽ പോയി വിശ്രമിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതി: മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ മാറാതേറിടുമ്പോൾ ആത്മനാഥൻ അവൻ മാർവിൽ ചാരി ഞാൻ ആശ്വസിപ്പിക്കും. 1980 അദ്ദേഹം ഈ ഗാനം എഴുതിയത്. 1987 ഇടക്കര എന്ന സ്ഥലത്ത് ദീർഘദൂര യാത്ര ചെയ്ത് താൻ സുവിശേഷ പ്രസംഗത്തിനായി കടന്നുപോയി. അവിടെ ചെന്ന് പിറ്റേ ദിവസം അദ്ദേഹത്തിന് രാവിലെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കണമായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് യാത്ര തിരിച്ച് ജോലിക്ക് വന്നതിന് ശേഷം വീണ്ടും വൈകിട്ട് പൊൻകുന്നം എന്ന സ്ഥലത്ത് പ്രസംഗിക്കുവാൻ പോകണം. താൻ ശാരീരികമായി വളരെ ക്ഷീണിതനായിരുന്നതിനാൽ വൈകിട്ടത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ താൻ ബസ് കാത്ത് കോട്ടയം ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് ശക്തമായി തന്നോട് സംസാരിക്കുവാനിടയായി. ആ സമയത്ത് അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ഇപ്രകാരം എഴുതി: നല്ല നാഥനെ, നിനക്കായി ഞാൻ വേല ചെയ്യും അന്ത്യം വരെ, അല്ലൽ തീർന്നു ഞാൻ നിൻ സവിതേ വരാതില്ല പാരിൽ വിശ്രമവും. ഇനിയും തനിക്ക് സുവിശേഷ വേലയിൽ വിശ്രമമില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം 1988 തൻ്റെ ജോലി ഉപേക്ഷിച്ച് പൂർണ്ണമായും സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാനിടയായി. അങ്ങനെ 30 വർഷമായി കർത്താവിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. ഹോസ്പിറ്റൽ മിനിസ്ട്രിയിലാണ് അദ്ദേഹം കൂടുതലായി പ്രവർത്തനം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചില പ്രസിദ്ധമായ ഗാനങ്ങൾ: കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റവും വലഞ്ഞിടുമ്പോൾ എൻ പ്രാണനാഥൻ എന്നുവരും, ആനന്ദമാനന്ദമേ ക്രിസ്തീയ ജീവിതം ആനന്ദമേ, എന്നേശുനാഥനെ എന്നാശ നീയെ എന്ന ഗാനം, അതുപോലെ തന്നെ നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു. അങ്ങനെ അനേകം പ്രസിദ്ധമായ ഗാനങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. തൻ്റെ ഓരോ ഗാനരചനയ്ക്കും പിന്നിൽ ജീവിതഗന്ധിയായ അനുഭവങ്ങൾ അദ്ദേഹത്തിന് പറയുവാനുണ്ട്. അത് അനേകർക്ക് ആശ്വാസം പകരുന്നതുമാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സ്വന്തം മഹത്വത്തിനും പുകഴ്ചയ്ക്കും നമ്മളൊന്നും ചെയ്യരുത്, സർവ്വമാനവും മഹത്വവും കർത്താവിന് കൊടുക്കുക. ഇവിടെ നമുക്ക് ലഭിക്കുന്ന നാളുകൾ കർത്താവിന് വേണ്ടി വേല ചെയ്യണം. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ആ സ്വർഗ്ഗനാട്ടിൽ നമ്മെ ചേർക്കുവാൻ അതിനായി നമുക്ക് ഒരുങ്ങാം. അനേകരുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ഒരു ഗാനത്തിൻ്റെ 4 വരികൾ നമുക്ക് ചേർന്ന് പാടാം. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ, മാമകാന്തനെ ഒന്നു കാണുവാൻ മാനം കാത്തു പാർത്തിടുന്നു. മാമകാന്തനെ ഒന്നു കാണുവാൻ മാനം കാത്തു പാർത്തിടുന്നു. താങ്ക് യു.